നോക്കുകൂലിയും അമിതകൂലിയുമൊക്കെ വിലക്കിയെന്ന് പറഞ്ഞാലും മിക്കവർക്കും അനുഭവം അങ്ങനെയല്ല. കയറ്റിറക്ക് തൊഴിലാളികളുടെ അമിതകൂലി ഭയന്ന് രാത്രിയോ പുലർച്ചെയോ ലോഡ് കയറ്റി ഇറക്കുന്നവരാണ് ഏറെയും. ന്യായമായ കൂലി കൊടുക്കാൻ മിക്കവരും തയ്യാറാണ്. എന്നാൽ അമിതകൂലി ചോദിക്കുമ്പോൾ സംഗതി തർക്കമാകും. CITUക്കാർ അമിതകൂലി ചോദിച്ചതിനെ തുടർന്ന് കല്ലറ തച്ചോണത്ത് ഒരു ലോഡ് ഇന്റർലോക്ക് തനിയെ ഇറക്കിയ അധ്യാപികയായ പ്രിയ വിനോദ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇപ്പോൾ തൊഴിലാളി യൂണിയന് എതിരെ പ്രതിഷേധിച്ച പ്രിയയെ ലാക്കാക്കിക്കൊണ്ട് പ്രതികാര നടപടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് CPMഉം CITUവും. എന്നാൽ ആ നീക്കവും പാളി. കുമ്മിൾ സ്വദേശിനിയായ പ്രിയ വിനോദ് റോഡ് കയ്യേറി മതിൽ നിർമ്മിച്ചെന്നായിരുന്നു പരാതി. എന്നാൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തി. പ്രിയ വിനോദിന്റെ വീടിന് മുന്നിൽ നിർമ്മിച്ച മതിൽ 1.5 അടി റോഡിൽ നിന്ന് മാറിയാണെന്ന് കണ്ടെത്തി. CPM പഞ്ചായത്ത് അംഗം രജി കുമാരിയാണ് കുമ്മിൾ പാങ്ങോട് പഞ്ചായത്തുകളിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതോടെ 2 പഞ്ചായത്തുകളിലെയും പരാതി തള്ളി. കല്ലറ തച്ചോണത്ത് വീടിന് മുന്നിൽ ഇന്റർലോക്ക് കല്ലുകൾ ഇറക്കാനെത്തിയ ലോറിയിൽ നിന്ന് തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ അനുവദിച്ചില്ല എന്നായിരുന്നു അധ്യാപികയായ പ്രിയ വിനോദിന്റെ ആരോപണം. സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ലോഡ് ഇറക്കാൻ CITU പ്രവർത്തകർ സമ്മതിച്ചില്ലെന്നും പിന്നീട് മദ്യലഹരിയിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അവർ ആരോപിച്ചു. സംഭവത്തിൽ CITU പ്രതിനിധികൾ ആരോപണങ്ങൾ നിഷേധിച്ചു. വീടിന്റെ മുറ്റത്ത് സ്ഥാപിക്കാനായി കൊണ്ടുവന്ന ഇന്റർലോക്ക് കല്ലുകൾ ഇറക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പ്രിയ വിനോദ് പറഞ്ഞു. ജോലിക്കാരെ ഉപയോഗിച്ച് ലോഡ് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും CITU തൊഴിലാളികൾ ഇതിന് അനുമതി നിഷേധിച്ചുവെന്ന് അവർ പറഞ്ഞു. ഏകദേശം 50ഓളം പേർ സ്ഥലത്തെത്തിയിരുന്നു. താൻ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അവർ മദ്യലഹരിയിലായിരുന്നുവെന്നും വാഹനത്തിന്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ജീവനക്കാരെ ശകാരിക്കുകയും ചെയ്തുവെന്ന് പ്രിയ വിനോദ് വീഡിയോയിൽ വിശദീകരിച്ചു. കാണിച്ചു തരാം, വരട്ടെ എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കിയതായും അവർ പറഞ്ഞു. എന്നാൽ ലോഡ് പൂർണ്ണമായും ഇറങ്ങുന്നതുവരെ CITU പ്രവർത്തകർ കാഴ്ചക്കാരായി നോക്കി നിന്നുവെന്ന് അവർ പറഞ്ഞു. താഴെ വീണുകിടന്ന കല്ലുകൾ പൊട്ടിപ്പോകാതിരിക്കാനായി ഒന്നിനു മുകളിൽ ഒന്നായി ഭംഗിയായി അടുക്കി വയ്ക്കാൻ ജോലിക്കാരോട് പറഞ്ഞപ്പോൾ വീണ്ടും CITU സംഘം ഭീഷണിയുമായി എത്തിയതായും അധ്യാപിക പറഞ്ഞു. SI ആയ ഭർത്താവ് IB വിനോദ് ജോലി സ്ഥലത്തായിരുന്നതിനാൽ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അധ്യാപിക പറഞ്ഞു. കഴിഞ്ഞ തവണ ടൈലുകൾ ഇറക്കാൻ വന്നപ്പോൾ 10,000 രൂപയാണ് കൂലിയായി ആവശ്യപ്പെട്ടതെന്നും അതിൽ 4,000 രൂപ മാത്രമാണ് നൽകിയതെന്നും അവർ പറഞ്ഞു. അന്ന് ബില്ല് നൽകിയില്ലെന്നും അവർ ഓർമ്മിച്ചു. KPCC മീഡിയ അംഗം കൂടിയാണ് പ്രിയ വിനോദ്. ഏകദേശം 150ഓളം തറയോടുകളാണ് പ്രിയ വിനോദ് സ്വന്തമായി ലോറിയിൽ നിന്ന് ഇറക്കിയത്. ബുധനാഴ്ച രാത്രി 2 മണിക്കൂറോളം സമയമെടുത്താണ് ഇത് പൂർത്തിയാക്കിയത്. ഇതിനിടയിൽ വീടിന് മുന്നിൽ തമ്പടിച്ച CITU തൊഴിലാളികൾ പ്രിയയെ സഹായിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. തുടർന്ന് തച്ചോണം പരിസര പ്രദേശങ്ങളിലെ CITU അംഗങ്ങളായ തൊഴിലാളികളുടെ പേരും വിവരങ്ങളും കൂലിയുടെ നിരക്കും പ്രദർശിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പ്രിയ വിനോദ് ലേബർ ഓഫീസർക്ക് പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് CPM പഞ്ചായത്ത് അംഗമായ രജിത കുമാരി റോഡ് കയ്യേറി എന്ന് കാണിച്ച് പരാതി നൽകിയത്.